നമസ്കാരം സുഹൃത്തുക്കളെ, തൊഴിൽവേദി ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തൊഴിൽവേദിയിൽ വന്നിട്ടുള്ള ഒരു ചെറിയ വക്തിയാണ്. ഇത് 12 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എന്ന രീതിയിലാണ്. ചോദ്യങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ക്ലാസ് കേട്ട് പഠിക്കുക. 1. തന്നിരിക്കുന്നതിൽ അൺലോഡൻ വെയിറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ അൺലോഡൻ വെയിറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വാഹനത്തിന്റെ മാത്രം ഭാരവും വാഹനം പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സാമഗ്രികളും ചേർന്ന് അൺലോഡൻ വെയിറ്റ് എന്ന് പറയുന്നു. വാഹനത്തിന്റെ മാത്രം ഭാരവും വാഹനം പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സാമഗ്രികളും ചേർന്നതിന് അൺലോഡൻ വെയിറ്റ് എന്ന് പറയുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. ഇനി ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്, അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ അത് വായിക്കുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, 55 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ലൈസൻസ് നേടുന്ന അല്ലെങ്കിൽ പുതുക്കുന്ന തീയതി മുതൽ എത്ര വർഷത്തേക്കാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത്? 55 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ലൈസൻസ് നേടുന്ന അല്ലെങ്കിൽ പുതുക്കുന്ന തീയതി മുതൽ എത്ര വർഷത്തേക്കാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത്? ആൻസർ 5 വർഷത്തേക്ക് എന്നതാണ്. 5 വർഷത്തേക്കാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഒരാൾക്ക് ഒരു പൊതുസ്ഥലത്ത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? ഒരാൾക്ക് ഒരു പൊതുസ്ഥലത്ത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 20 വയസ്സ് പൂർത്തിയായ ഒരാൾക്കാണ് പൊതുസ്ഥലത്ത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ കഴിയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹസാർഡ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എത്ര വർഷമാണ്? ഹസാർഡ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. 3 വർഷമാണ് ഹസാർഡ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി. 3 വർഷമാണ്. അഞ്ചാമത്തെ ചോദ്യം, ടി ഗണത്തിൽ പെടുന്നതും 3 വീലുകൾ ഉള്ള ഒരു ട്രാക്ടറിനെ വലിച്ചുകൊണ്ടു പോകാൻ കഴിയുന്നതുമായ വാഹനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ടി ഗണത്തിൽ പെടുന്നതും 3 വീലുകളുള്ള ഒരു ട്രാക്ടറിന് വലിച്ചുകൊണ്ടു പോകാൻ കഴിയുന്നതുമായ വാഹനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? T5 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. T5 എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഗണത്തിൽ പെടുന്നതും 3 വീലുകൾ ഉള്ള ഒരു ട്രാക്ടറിനെ വലിച്ചുകൊണ്ടു പോകാൻ കഴിയുന്നതുമായ വാഹനമാണ് T5 എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, ലൈസൻസിന്റെ മാതൃകയെയും ഉള്ളടക്കത്തെയും പറ്റി പ്രതിപാദിക്കുന്ന MV ആക്ടിന്റെ സെക്ഷൻ ഏതാണ്? ലൈസൻസിന്റെ മാതൃകയെയും ഉള്ളടക്കത്തെയും പറ്റി പ്രതിപാദിക്കുന്ന MV ആക്ടിന്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 10 ആണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 10-നകത്താണ് ലൈസൻസിന്റെ മാതൃകയെയും ഉള്ളടക്കത്തെയും പറ്റി പ്രതിപാദിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ ഏതാണ്? ഒന്നും കൂടെ വായിക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട് MV ആക്ടിന്റെ സെക്ഷൻ ഏതാണ്? 18 ആണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 18 പ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധിയെ പറ്റി പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, MV ആക്ട് സെക്ഷനുകളും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ജോഡി മാത്രം വായിക്കുന്നതായിരിക്കും. ഡ്രൈവിംഗ് ലൈസൻസിന്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 15. അത് ശരിയാണ്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 15. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഓടിക്കുവാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കാൻ അതിനെക്കുറിച്ചുള്ള യോഗ്യത പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 18-ലാണ്. സെക്ഷൻ 18. ഈ 2 സ്റ്റേറ്റ്മെന്റുകളാണ് ശരി. സെക്ഷൻ 15-നകത്ത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ പുതുക്കലിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 18-നകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ ലഭ്യമാക്കലിനെ കുറിച്ചിട്ടും പറയുന്നു. 9ാമത്തെ ചോദ്യം, KMVR 1989 റൂൾസ് ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരള മോട്ടോർ വെഹിക്കിൾ റൂള് 1989 റൂൾസ് ചുവടെ തന്നിരിക്കുന്നു. അത് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായവ മാത്രം വായിക്കുന്നു. റൂൾ 40 റൂൾ 14 പറയുന്നത് വിലാസം മാറിയതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ്.
വിലാസം മാറിയതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്ന റൂളാണ് റൂൾ 14 എന്ന് പറയുന്നത്. അടുത്തത് ശരിയായത് റൂൾ 19. റൂൾ 19 പറയുന്നത് ലൈസൻസിങ് അതോറിറ്റിയുടെ അയോഗ്യത കൽപ്പിക്കലിനെ കുറിച്ചിട്ടാണ്. ലൈസൻസിങ് അതോറിറ്റിയുടെ അയോഗ്യത കൽപ്പിക്കലിനെ കുറിച്ച് പറയുന്നതാണ് റൂൾ 19. ഇത് രണ്ടുമാണ് കേരള മോട്ടോർ വെഹിക്കിൾ റൂള് 1989 റൂൾസിനകത്ത് ശരിയായി പെടുന്നത്. 10ാമത്തെ ചോദ്യം, ബാഡ്ജ് ലൈസൻസ് ഉള്ള വ്യക്തി തന്റെ വിലാസം അല്ലെങ്കിൽ താൽക്കാലിക വിലാസം എത്ര മാസത്തിൽ കൂടുതൽ മാറിയാലാണ് മാറുന്ന ജില്ലയിലെ അഡ്രസ് ലൈസൻസിങ് അതോറിറ്റിക്ക് നൽകേണ്ടത്? ഒന്നും കൂടെ വായിക്കാം. ബാഡ്ജ് ലൈസൻസ് ഉള്ള വ്യക്തി തന്റെ വിലാസം അല്ലെങ്കിൽ താൽക്കാലിക വിലാസം എത്ര മാസത്തിൽ കൂടുതൽ മാറിയാലാണ് മാറുന്ന ജില്ലയിലെ അഡ്രസ് ലൈസൻസിങ് അതോറിറ്റിക്ക് നൽകേണ്ടത്? 3 മാസമാണ്. ബാഡ്ജ് ലൈസൻസ് ഉള്ള വ്യക്തി തന്റെ വിലാസം അല്ലെങ്കിൽ താൽക്കാലിക വിലാസം 3 മാസത്തിൽ കൂടുതൽ മാറിയാൽ ആണ് മാറുന്ന ജില്ലയിലെ അഡ്രസ് ലൈസൻസിങ് അതോറിറ്റിക്ക് നൽകേണ്ടത്. 3 മാസമാണ് ആൻസർ വരുന്നത്. 3 മാസം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗുഡ്സ് വാഹനത്തിന്റെ തറനിരപ്പിൽ നിന്ന് എത്ര സെന്റിമീറ്റർ ഉയരത്തിലാണ് ആരെയും തന്നെ ഇരിക്കാൻ അനുവദിക്കരുത് എന്ന് അനുശാസിക്കുന്നത്? 305 സെന്റിമീറ്റർ ആണ്. 305 സെന്റിമീറ്ററിന് ഉയരത്തിൽ ആരും ഇരിക്കാൻ അനുവദിക്കുന്നില്ല. ഏത് വാഹനങ്ങളും ഒരു ഗുഡ്സ് വാഹനത്തിന്റെ തറനിരപ്പിൽ നിന്ന് 305 സെന്റിമീറ്ററിന് മുകളിൽ ആരും ഇരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. 12ാമത്തതും അവസാനത്തുമായ ക്വസ്റ്റ്യൻ ആണ്, ആളുള്ള റെയിൽവേ ക്രോസുകൾ മുറിച്ചു കടക്കുമ്പോൾ ഡ്രൈവർമാരുടെ ചുമതലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഏതാണ്? 45 45നകത്ത് എന്ത് പറയുന്നു? ആളുള്ള റെയിൽവേ ക്രോസുകൾ മുറിച്ചു കടക്കുമ്പോൾ ഡ്രൈവർമാരുടെ ചുമതലയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള മോട്ടോർ വെഹിക്കിൾ റൂളില് റൂൾ 45 ആണ്. 45. ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. 12 ക്വസ്റ്റ്യനുകളാണ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് തൊഴിൽവേദിയിൽ ഒരാഴ്ചയിൽ സപ്ലിമെന്റ് ഉണ്ടാവുക. അടുത്ത ആഴ്ചയായിരിക്കും ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ക്ലാസ് ഉണ്ടാവുക. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേട്ട് പഠിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായിട്ട് നൽകുക. തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാത്തത് ആ തെറ്റായിട്ടുള്ള കാര്യം പഠിക്കേണ്ട എന്ന് കരുതിയിട്ടാണ്. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്.